ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ട താരമാണ് സഞ്ജു സാംസൺ. മലയാളി ക്രിക്കറ്റ് താരം ഇന്ത്യക്കായി 2020 ലോകകപ്പ് കിരീടമടക്കം നേടിക്കൊടുത്തിട്ടും പിന്തുണ നൽകാൻ സെലക്ടർമാർ തയ്യാറാകുന്നില്ല. അവസാന സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസണെ തഴയുകയാണ് സെലക്ടർമാർ ചെയ്തത്. ഇതിന് പിന്നാലെ വ്യാപകമായ വിമർശനം ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനം ശക്തമാകുന്നുണ്ട്. പല മുൻ താരങ്ങളും സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. സഞ്ജു സാംസണെ പിന്തുണച്ചുകൊണ്ട് വീരേന്ദർ സെവാഗും സുരേഷ് റെയ്നയും അടക്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ സെലക്ടർമാർ വിചിത്രമായ ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ സഞ്ജു സാംസൺ തന്നെ സെലക്ടർമാർക്കെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. വലിയ വിമർശനം സഞ്ജു സെലക്ടർമാർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. പരോക്ഷ വിമർശനമായിരുന്നു ഇത്. ഇനി ടീമിലെ സഹതാരങ്ങളുമായി പൂച്ചയും എലിയും കളിക്കുന്നത് പോലെ കളിക്കാനില്ലെന്നും തൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുമാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. മലയാളി താരത്തിന്റെ വാക്കുകളിൽ പ്രതിഷേധവും നിരാശയുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സഞ്ജു മാത്രമാണോ സെലക്ടർമാർക്കെതിരെ ഇത്തരത്തിൽ പ്രതികരിച്ചത്? അല്ലെന്നാണ് ഉത്തരം. സഞ്ജുവിന് മുൻപ് തന്നെ ചില താരങ്ങൾ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തി സെലക്ടർമാർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ താരം അമ്പാട്ടി റായിഡു ആണ്. ഇന്ത്യയുടെ മധ്യനിര താരമായിരുന്ന റായിഡു 4-ാം നമ്പറിൽ മികച്ച റെക്കോർഡുള്ള താരമാണ്. 2019 ഏകദിന ലോകകപ്പിൽ 4-ാം നമ്പറിൽ ഇന്ത്യ റായിഡുവിനെ പരിഗണിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സെലക്ടർമാർ റായിഡുവിനെ ടീമിൽ പോലും എടുത്തില്ല. ഇത് റായിഡുവിനും ആരാധകർക്കും ഒരുപോലെ നിരാശയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇതോടെ റായിഡു ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെയും പരിശീലകൻ രവിശാസ്ത്രിക്കെതിരെയും രംഗത്തെത്തിയിരുന്നു. റായിഡുവിന് പകരം ഇന്ത്യ അന്ന് ടീമിലെടുത്തത് വിജയ് ശങ്കറിനെയായിരുന്നു. ഈ തീരുമാനവും വലിയ വിവാദമായി പിന്നീട് മാറിയിരുന്നു. രാഹുൽ തെവാത്തിയാണ് മറ്റൊരു താരം. IPL ഫിനിഷർ റോളിൽ മികവ് കാട്ടിരുന്ന സ്പിൻ ഓൾറൗണ്ടറാണ് രാഹുൽ തെവാത്തിയ. ഇന്ത്യൻ ടീമിലേക്ക് വിളി പ്രതീക്ഷിച്ചിരുന്ന താരത്തിന് നിരവധി തവണയാണ് അവഗണന നേരിടേണ്ടി വന്നത്. ഇതോടെ തെവാത്തിയ സെലക്ടർമാർക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഇപ്പോഴും IPL സജീവമാണെങ്കിലും ഇന്ത്യൻ ടീം സെലക്ടർമാർ തെവാത്തിയെ പരിഗണിക്കുന്നതേയില്ല. പൃഥ്വി ഷായാണ് മറ്റൊരു ഇന്ത്യൻ താരം. ഇന്ത്യയുടെ അടുത്ത സൂപ്പർ താരമായി വളരാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും വിലയിരുത്തിയ കളിക്കാരനായിരുന്നു പൃഥ്വി ഷാ. Under-19 ലോകകപ്പിൽ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിച്ച നായകനായ പൃഥ്വി ഷാ അരങ്ങേറ്റ ടെസ്റ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറിയും നേടിയിരുന്നു. എന്നാൽ പിന്നീട് താരത്തിന് സ്ഥിരതയും ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതോടെ തിരിച്ചടി നേരിട്ടു. ഒടുവിൽ പൂർണ്ണമായും തഴയപ്പെട്ട സാഹചര്യമുണ്ടായി. ഇതിനെതിരെ പൃഥ്വി ഷാ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും പൃഥ്വി ഷായ്ക്ക് സ്ഥിരം സ്ഥാനമില്ലാത്ത അവസ്ഥയാണ്. പൃഥ്വി ഷായുടെ ശ്രദ്ധ കരിയറിൽ നിന്ന് മാറിപ്പോയതും തിരിച്ചടിയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ മികച്ചൊരു ഓപ്പണറായി മാറാനുള്ള പ്രതിഭ പൃഥ്വിക്ക് ഉണ്ടായിരുന്നെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയും ഒരിക്കൽ സെലക്ടർമാർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 2011 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് രോഹിത് ശർമ്മ തഴയപ്പെട്ടിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ടായിരുന്നു. ഇന്ത്യയുടെ സെലക്ടർമാർക്കെതിരെ പരോക്ഷ വിമർശനം അന്ന് രോഹിത് ഉയർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്ത്യയെ 2 ICC ട്രോഫിയിലേക്ക് എത്തിച്ച നായകനായി മാറാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.